ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റിൽ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് പാവങ്ങൾ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. അതിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അല്ലെ, എന്തൊക്കെയാണ് പാഠത്തിന്റെ സവിശേഷതകൾ എന്നൊക്കെയാണ് ടീച്ചർ ഈ വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് കേട്ടോ. നാലപ്പാട്ട് നാരായണ മേനോനാണ് ഇത് മലയാളത്തിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഥാപാത്രങ്ങൾ അല്ലെ, അവരുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പൊ കഥാപാത്രങ്ങളെ പഠിക്കുന്നതിന് മുമ്പ് ഇപ്പൊ രാങ്വാൽ രാങ് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര്. അപ്പോൾ ആരാണ് രാങ്വാൽ രാങ്? ആരാണല്ലേ? നാമൊക്കെ എന്താ പറയാ, നന്നായിട്ട് വഴങ്ങണമെങ്കിൽ നന്നായി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ വരുള്ളൂ എന്നാണ്. ഓക്കെ, അപ്പൊ രാങ്വാൽ രാങ് എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ ലോകത്തിലെ തന്നെ എല്ലാ പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടി എഴുതപ്പെട്ട കൃതിയാണ് പാവങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് എഴുതിയത് ഫ്രഞ്ച് സാഹിത്യകാരനായിട്ടുള്ള വിക്ടർ യൂഗോയാണ്. ആരുടെ കൃതിയാണ്? വിക്ടർ യൂഗോയുടെ കൃതിയാണ്, നോവലാണ്. ഏത് കൃതി? ലാ മിറാബിലെ എന്നാണ് ഈ കൃതിയുടെ പേര്. ആ കൃതി 1925 പാവങ്ങൾ എന്ന പേരിൽ ആദ്യമായി വിവർത്തനം ചെയ്തിട്ടുള്ളത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു വിവർത്തനം എന്ന് പറയുന്നത് വളരെ അല്ലേ പ്രധാനപ്പെട്ട അല്ലേ, കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഈ പാവങ്ങൾ എന്ന് പറയുന്ന കൃതി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കൃതിയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ളൊരു കൃതി കൂടെയാണ് കേട്ടോ. ലാ മിറാബിലെ എന്ന് പറയുന്ന കൃതിയാണ്, വിക്ടർ യൂഗോ ആണ് എഴുതിയത്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വിവർത്തനം ചെയ്ത ആളാണ് നാലപ്പാട്ട് നാരായണ മേനോൻ. അപ്പോൾ ഈ പാവങ്ങൾ എന്ന് പറയുന്ന നോവലിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാങ്വാൽ രാങ് എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ അദ്ദേഹം ഒരു കള്ളനായിരുന്നു അല്ലെ. അങ്ങനെ എന്താണ്, അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു മരംവെട്ടുകാരനായിരുന്നു അയാള്. അപ്പോൾ അയാളുടെ വിധവയായിട്ടുള്ള സഹോദരി, അവരുടെ 7 മക്കള് ഒക്കെ അയാളുടെ സംരക്ഷണയിലായിരുന്നു. അപ്പോൾ ഒരു മരംവെട്ടുകാരന് എന്തുമാത്രം പിന്നെ വരുമാനം ഉണ്ടാവും എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ ഒരു മഴക്കാലത്ത് അല്ലേ തൊഴിലില്ലായ്മ എന്ത് ചെയ്യണം, അതിഭീകരമായിട്ട് അവരുടെ കുടുംബത്തെ പട്ടിണിയിലാകറ്റാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ നോട്ടം അല്ലെ, അവരുടെ വിശപ്പൊക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഭീകരമായിട്ട് അലട്ടാണ്. അങ്ങനെ അദ്ദേഹം ഒരു ബേക്കറിയിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു ബണ്ണ് മോഷ്ടിക്കുകയാണ്, റൊട്ടി മോഷ്ടിക്കുകയാണ്. അങ്ങനെ അയാൾ പിടിക്കപ്പെടുന്നു. റൊട്ടി വലിച്ചെറിഞ്ഞിട്ടും എന്ത് ചെയ്യുന്നു, അയാൾ പിടിക്കപ്പെടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അദ്ദേഹം ജയിലിലാകുകയാണ് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, പിന്നെ ഒരുപാട് വർഷക്കാലം അദ്ദേഹം ജയിലിലാവുകയാണ്. അപ്പോൾ ജയിലിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് തവണ ജയിലിൽ ചാടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചിന്തയിൽ മുഴുവൻ സഹോദരിയുടെ മക്കളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവരെ രക്ഷിക്കണം, അവർക്കൊരു തുണയായിട്ടുള്ള താൻ മാത്രമാണെന്നുള്ള ബോധ്യം രാങ്വാൽ രാങ്ങിനുണ്ട്. അപ്പോൾ അയാൾ രക്ഷപ്പെടാൻ അങ്ങനെ ശിക്ഷ കൂടിക്കൂടി ഏകദേശം 19 വർഷത്തോളം കാലം രാങ്വാൽ രാങ് എന്ത് ചെയ്യുന്നുണ്ട്, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ജയിലിന്റെ പുറത്തിറങ്ങണം. അപ്പോൾ ഒരു മഞ്ഞ കാർഡ് അദ്ദേഹത്തിന് കിട്ടും. ജയിലിൽ കഴിഞ്ഞ ആളായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു എന്താണ്, ഒരു ചിത്രമാണ്, ഒരു കാർഡാണ്. അപ്പോൾ അത് കാണിക്കണം. അപ്പോൾ അത് കാണിക്കുമ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, ജയിലിൽ താമസിച്ച ആളാണ്, എന്തായാലും ക്രിമിനൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആരും അടുപ്പിക്കുന്നില്ല, അങ്ങനെ ജോലിയില്ല. അങ്ങനെ ഒരു ദിവസം അയാൾ ഒരു മെത്രാന്റെ അല്ലേ അടുത്തെത്തുകയാണ്. അന്ന് അവിടെ അയാൾ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഷെൽഫിൽ കുറേ വെള്ളിപ്പാത്രങ്ങളൊക്കെ കാണുകയാണ് അല്ലേ. അപ്പോൾ അത് മോഷ്ടിക്കണം, എങ്ങനെയെങ്കിലും അത് വിറ്റ് പൈസ ഉണ്ടാക്കണം, ആ ചിന്തയൊക്കെയാണ് ആരുടെ ഉള്ളിൽ, രാങ്ങിൻ്റെ ഉള്ളിൽ, മുഴുവൻ പറയണ്ട അല്ലേ, രാങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് മോഷ്ടിച്ചെന്തിരിക്കുന്നു, രാങ് അവിടുന്ന് പുറത്ത് കിടക്കാണല്ലേ. അതൊക്കെ പാഠത്തിൽ വളരെ വിശദമായിട്ട് അല്ലെ, അതൊരു അങ്ങനെ പമ്മി പോകുന്നതും അതെടുക്കുന്നതും അതീവ ജാഗ്രതയോടെ അതൊക്കെ വിവരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസ് പിടിച്ച് ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ പള്ളിയിലേക്ക് അല്ലെ മെത്രാന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം മെത്രാന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം അല്ലേ. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ ഈ വിളക്കുകാലം കൂടെ എന്താ കൊണ്ടുപോകാഞ്ഞത് അല്ലേ, കാരണം അയാൾ മോഷ്ടിച്ചതല്ല, താൻ കൊടുത്തതാണെന്ന് വരുത്തിക്കാൻ വേണ്ടി എന്താണ് അദ്ദേഹം ബോധപൂർവ്വം ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, പോലീസുകാർ അല്ലേ അയാളെ വെറുതെ വിട്ടുപോവാണ് അല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരിക്കൽ നിരപരാധിയായിരുന്നിട്ടോ അല്ലെ വിശപ്പിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൊട്ടി മോഷ്ടിച്ചിട്ടുള്ളത്. അത് തിരിച്ചു കൊടുത്തിട്ടും വലിച്ചെറിഞ്ഞിട്ടും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ആര്, രാങ്. അപ്പം അതുകൊണ്ട് ഒരു ശിക്ഷ കൊണ്ടല്ല എന്ത് ചെയ്യേണ്ടത്, തിരുത്തേണ്ടത് എന്നുള്ളൊരു ബോധ്യം, വലിയൊരു ആശയം എന്ത് ചെയ്യുന്നു, മെത്രാനിലൂടെ ആർക്ക് മനസ്സിലാവാണ്, രാങ്ങിന് മനസ്സിലാവാണ്. ഇനി ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ മോഷ്ടിക്കില്ല അല്ലേ. അപ്പം അത്രയും എന്താണ് മനോഹരമായിട്ടുള്ളൊരു ജീവിത പാഠം എന്ത് ചെയ്യുന്നു ഇവിടെ മെത്രാൻ ആർക്ക് പറഞ്ഞു നൽകുന്നു, രാങ്ങിന് പറഞ്ഞു നൽകണം. അപ്പോൾ രാങ്ങിന്റെ കഥാപാത്രം അല്ലെ, ഇത്രയുമാണ് പാവങ്ങൾ എന്ന് പറയുന്ന ഒരു നോവല്. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാങ്. അപ്പോൾ രാങ്ങിന്റെ എന്താണ് ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരു 6 മാർക്കിനായിരിക്കും ചോദിക്കുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം, സാഹചര്യങ്ങൾ മൂലം സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ വിശപ്പടക്കാൻ വേണ്ടി മോഷ്ടിക്കുകയാണ്. സാഹചര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മോഷ്ടിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ബേസിക്കലി ഒരു മോഷ്ടാവായതുകൊണ്ടോ അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി, ഇപ്പം മോഷ്ടാക്കളൊക്കെ എന്തിനാ, അവർക്ക് അടിപൊളിയായിട്ട് നടക്കാൻ
ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോഷണം നടത്തൽ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ഒന്നുമല്ല. എന്തിനു വേണ്ടിയാണ്? സഹോദരിക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും എന്താണ്? വിശപ്പടക്കാൻ വേണ്ടി മോഷ്ടിക്കുകയാണ്. ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് 19 വർഷത്തെ കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് അല്ലെ. മനുഷ്യത്വമില്ലായ്മ, നീതിന്യായ വ്യവസ്ഥയുടെ ഇരയൊക്കെയാണ് ആര്? മനുഷ്യത്വമില്ലാത്ത നീതിന്യായ വ്യവസ്ഥയുടെ ഇരയാണ് ഴാങ്. അപ്പൊ ഏത് പ്രതിസന്ധിയിലും സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്, സ്വന്തം തെറ്റിൽ പശ്ചാത്തപിക്കുന്നവനാണ്, വാക്കുകളാൽ അല്ലെ മാനസാന്തരപ്പെടുന്നുണ്ട് അല്ലെ. മെത്രാന്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് സ്ഥിരമായി നിലനിൽപ്പില്ല എന്ന സ്വന്തം ജീവിതത്തിലൂടെ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു. അനാഥർക്ക് അഭയം നൽകിയവനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അല്ലെ ഒക്കെ അല്ലെ ചെയ്തിട്ടുള്ളവരാണ്, സൗഭാഗ്യങ്ങളൊക്കെ ത്യജിച്ചവനാണ്, സ്നേഹത്താലും കാരുണ്യത്താലും ഒക്കെ ജീവിത ദുരിതങ്ങളെ മറികടന്നിട്ടുള്ള കഥാപാത്രമാണ് ഴാങ് വാൽ ഴാങ് എന്ന് പറയുന്ന കഥാപാത്രം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് മെത്രാൻ. പാരീസിലെ ഡി പട്ടണത്തിലെ മെത്രാനായിരുന്നു മൊസ്യൂ ഷാർലെ ബിയാങ് വെന്യൂമി മിറിയേൽ എന്ന് പറയുന്ന കഥാപാത്രം. യഥാർത്ഥ മനുഷ്യസ്നേഹിയാണ്, നന്മയുടെ പ്രതീകമാണ്, സ്നേഹവും കാരുണ്യവും ജീവിതത്തെ ഭയരഹിതമാക്കും അല്ലെ. എല്ലാതരം ഭയപ്പാടുകൾക്കും അതീതനാണ് ആര്? മെത്രാൻ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ. വിശക്കുന്നവന് ഭക്ഷണവും ആശ്രയവും നൽകിയ മെത്രാൻ ആർക്ക് തുല്യമാണ്? ദൈവത്തിന് തുല്യമാണ് അല്ലെ. തെറ്റ് തിരുത്തി കൊടുക്കുകയാണ്. അത് തിന്മയിലൂടെ അല്ലാതെ നന്മയിലൂടെ തെറ്റ് തിരുത്താണ് അല്ലെ. മനുഷ്യ നന്മയിലൂന്നിയ ജീവിതമാണ് മെത്രാന്റെ ജീവിതം. മെത്രാന്റെ ജീവിതത്തിൽ ഭൗതിക വസ്തുക്കൾക്കൊന്നും സ്ഥാനമില്ല അല്ലെ. അപ്പൊ സ്വകാര്യ സ്വത്തിനൊക്കെ അപ്പുറത്താണ് മെത്രാന്റെ മാനവികത അല്ലെ, അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? പാഠത്തിലൂടെ മനസ്സിലാവുന്നു. ലാളിത്യം അല്ലെ, ലളിതമായിട്ടുള്ള ജീവിതത്തെ എന്താണ്? സുന്ദരമാക്കും എന്ന് പറയുന്ന ഒരു ആദർശം അല്ലെങ്കിൽ സന്ദേശം മെത്രാനിലൂടെ ലഭിക്കുന്നു അല്ലെ. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു, കുറ്റവാളിയിലും നന്മ കാണുകയാണ്, അയാളെ തെറ്റുകൊണ്ടല്ല തിരുത്തുന്നത് അല്ലെ. സ്നേഹവും കാരുണ്യവും കൊണ്ട് ഴാങ്ങിനെ എന്ത് ചെയ്യാണ്? നന്മയിലേക്ക് നയിക്കുന്നു അല്ലെ. നന്മയിൽ പാപികളോട് പൊറുക്കുക എന്ന മഹത്തായ ആശയം, സന്ദേശം മെത്രാൻ പങ്കുവയ്ക്കുകയാണ്. സമത്വവും സാഹോദര്യവും പുലർത്തുന്ന ജീവിത കാഴ്ചപ്പാടാണ് മെത്രാൻ്റെത്. ഏതൊരാളെയും സഹോദരനും സ്നേഹിതനുമായി കാണുന്ന വിശ്വ മാനവികതയുടെ പ്രതീകമാണ് ആക്ച്വലി ആര്? ഇവിടെ മെത്രാൻ എന്ന് പറയുന്ന കഥാപാത്രം. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പാടെന്ന് മനസ്സിലായല്ലോ. പാവങ്ങൾ എന്താന്ന് മനസ്സിലായില്ലേ? എഴുതിയ ആളെ മനസ്സിലായില്ലേ? വിക്ടർ ഹ്യൂഗോയുടെ ലാ മിറാബെലെ എന്ന് പറയുന്ന നോവലാണ്. അത് പാവങ്ങൾ എന്ന പേരിൽ ആര് വിവർത്തനം ചെയ്തതാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ കൃതി എന്ന് ഓർക്കുക. ക്ലിയർ ആണോ മക്കൾക്ക്? സെറ്റാണോ? അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും. അത് മക്കൾ ഓർത്ത് വയ്ക്കുക. മനസ്സിലായല്ലോ? എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അടിപൊളിയായിട്ട് നന്നായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് കേട്ടോ. മലയാളം ഫസ്റ്റ് നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണേ. അപ്പോൾ എല്ലാവരും സൂപ്പറായിട്ടിരിക്കുക. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.